നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം പൂയം നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ്. ഗ്രഹസ്ഥിതിയുടെ സമഗ്ര വിശകലനം നമുക്ക് നോക്കാം. ഈ വർഷം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച്, അതായത് പൂരം ഉൾപ്പെടുന്ന കർക്കിടകൻ രാശി, വലിയ പരിവർത്തനത്തിൻ്റെയും കഠിനമായ പരീക്ഷണത്തിൻ്റെയും വർഷമാണ്. കർമ്മഫലദാതാവായ ശനിയുടെ ശക്തമായ സ്വാധീനം പൂയത്തെ ഒരു അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ വെല്ലുവിളികൾക്ക് മറുപടി പറയാനുള്ള ആന്തരിക ശക്തിയും പൂയ നക്ഷത്രക്കാർക്കുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ആദ്യം സംഗ്രഹിച്ച് തുടങ്ങാം. അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 8ാം ഭാവത്തിലെ ശനിയുടെ തുടർച്ച കാരണം ആരോഗ്യം, തൊഴിൽ കാര്യങ്ങളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ എന്നിവയിൽ കടുത്ത ശ്രദ്ധയും അച്ചടക്കമൊക്കെ ആവശ്യമാണ്. 2026 ജൂൺ 18 വ്യാഴം നിങ്ങളുടെ ജന്മനക്ഷത്രമായ പൂയത്തിലൂടെ സംക്രമിക്കുന്നത് അഷ്ടമശനി ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകും. ഇത് പ്രതിസന്ധികളിൽ അപ്രതീക്ഷിത സഹായം നൽകാനുള്ള ഗോൾഡൻ വിൻഡോ ആണ്. ദാമ്പത്യ ജീവിതത്തിൽ ജാഗ്രത വേണം. വർഷാവസാനം, അതായത് ഡിസംബർ 5 മുതൽ രാഹു 7ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിൽ അകൽച്ചയോ തെറ്റിദ്ധാരണകളോ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒഴിവാക്കണം. സാങ്കേതിക വിദ്യാഭ്യാസവും ഗവേഷണ പ്രബന്ധ രചനയും വെല്ലുവിളികൾ നിറഞ്ഞതായി അനുഭവപ്പെടും. ക്ഷമയോടെയുള്ള സ്ഥിര പരിശ്രമം അനിവാര്യമാണ്. വീടുപണി മൂലം ഉണ്ടാകുന്ന കടങ്ങൾ തീർക്കാൻ വിഷമമുണ്ടാകും. ധനപരമായ ഇടപാടുകളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യവുമാണ്. കച്ചവടത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ശിഥിലമായ പ്രണയബന്ധങ്ങൾ വീണ്ടും തളിർക്കാനുള്ള സാധ്യത ഈ വർഷം കാണുന്നു. ഇത് മാനസിക ആശ്വാസമൊക്കെ നൽകുന്നതുമാണ്. സാമ്പത്തികമായി കടുപ്പം അനുഭവിക്കുകയാണെങ്കിലും 2026 ഗുരു പുഷ്യ യോഗ ദിവസങ്ങൾ സുരക്ഷിതമായ ആസ്തി നിക്ഷേപങ്ങൾക്കും, അതായത് സ്വർണം, ഭൂമി പോലുള്ളവയ്ക്ക്, പുതിയ സംരംഭങ്ങൾക്കും ഉത്തമമാണ്. പൂയം നക്ഷത്രത്തിൻ്റെ അർത്ഥം പരിപോഷിപ്പിക്കുന്നത് എന്നാണ്. ഈ നക്ഷത്രം കർക്കിടകൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നേതൃഗുണങ്ങൾ, അച്ചടക്കമുള്ള ജീവിതശൈലി, കർത്തവ്യബോധം, കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വ ബോധം എന്നിവ കൂടുതലായിരിക്കും. ഇവർ ആത്മീയ ചിന്തകളോടും മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരുമാണ്. 2026 ഗ്രഹസ്ഥിതികൾ ഈ സ്വതസിദ്ധമായ ഗുണങ്ങളെ എങ്ങനെ പരീക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശനി ഗ്രഹഫലം, അതായത് അഷ്ടമശനി 8ാം ഭാവം വർഷം മുഴുവനുണ്ട്. കർമ്മഫലദാതാവായ ശനി 2026 കർക്കിടകൻ രാശിയുടെ 8ാം ഭാവമായ കുംഭൻ രാശിയിൽ തുടരുന്നു. ഈ സംക്രമണം അഷ്ടമശനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഷ്ടമശനി കാലം കണ്ടകശനിയേക്കാൾ ഭീകരമല്ലെങ്കിലും രോഗാദി മരണങ്ങൾ നൽകുന്നതിൽ മുൻപന്തിയിലാണ്. അഷ്ടമശനി കാരണം പ്രവൃത്തികളിൽ അലസത, ഉദരരോഗങ്ങൾ, വാഹനങ്ങൾ സംബന്ധിച്ച ക്ലേശം എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ ഘട്ടം മുമ്പുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ആശ്വാസം നൽകുമെങ്കിലും ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമാണ്. കൂടാതെ ചിലപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നീതി ലഭിക്കുന്നുണ്ടോ എന്ന സംശയം മനസ്സിൽ ഉയരാനും സാധ്യതയുണ്ട്. 5ാം ഭാവം, അതായത് വിദ്യാഭ്യാസം, മക്കൾ, കച്ചവടം. ശനിയുടെ ദൃഷ്ടി 5ാം ഭാവത്തിൽ പതിക്കുന്നത് മക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകേണ്ട അവസ്ഥ സൃഷ്ടിക്കും. ചികിത്സാ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും അവരുമായി ബന്ധപ്പെട്ട മറ്റു ഉത്കണ്ഠകൾ വ്യക്തികൾക്ക് ഉണ്ടാവാനും ഇടയുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ഭാവി നേട്ടങ്ങൾക്കായി കച്ചവടത്തിൽ നിക്ഷേപിക്കുന്നത് ഈ സമയം ഏറ്റവും മോശവുമാണ്. 2ാം ഭാവം, അതായത് ധനം, കുടുംബ സന്തോഷം. ഇവിടെയുള്ള ദൃഷ്ടി പങ്കാളിയുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം കുടുംബ സന്തോഷത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അഷ്ടമശനി ദോഷഫലങ്ങൾ മയപ്പെടുത്തുന്നതിന് പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ സ്വതസിദ്ധമായ അച്ചടക്കം പ്രയോഗിച്ച് ഉള്ളിലുള്ള പ്രതിലോമ ശക്തികളെ, അതായത് അലസത, തെറ്റായ ചിന്തകൾ, ഇവയൊക്കെ നശിക്കേണ്ടത് അല്ലെങ്കിൽ നിരാകരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. വർഷത്തിൻ്റെ ഭൂരിഭാഗവും രാഹു 8ാം ഭാവമായ കുംഭത്തിൽ, അതായത് ശനി ഭരിക്കുന്ന രാശിയിൽ തുടരുന്നുണ്ട്. 8ാം ഭാവത്തിലെ രാഹു നിഗൂഢമായ കാര്യങ്ങളിലേക്കും തീവ്രമായ ചിന്തകളിലേക്കും ശ്രദ്ധ ആകർഷിക്കും. രാഹുവിൻ്റെ ഈ സ്വാധീനം ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും പ്രാവീണ്യം നൽകാൻ സാധ്യതയുണ്ട്. ഡിസംബർ 5, 2026 7ാം ഭാവത്തിലേക്കുള്ള സംക്രമണം. 2026 ഡിസംബർ 5-നാണ് രാത്രി 8-ന് രാഹു ശനി ഭരിക്കുന്ന മറ്റൊരു രാശിയായ മകരൻ രാശിയിലേക്ക്, അതായത് 7ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട്. 7ാം ഭാവത്തിലെ രാഹു സംക്രമണം ബിസിനസ്സിൽ വളർച്ചയ്ക്കും ബിസിനസ് സംബന്ധമായ യാത്രകൾ വർദ്ധിക്കുന്നതിനും കാരണമാകും. ഈ സംക്രമണം കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും അത് ദാമ്പത്യ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കും അകൽച്ചകൾക്കും കാരണമാകാനുള്ള സാധ്യത ഇവിടെ പറയുന്നു. ഈ സമയത്ത് ജീവിത പങ്കാളിയോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തോന്നാനും ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിവർത്തനത്തിന് ശേഷം പങ്കാളിയുമായി മധുരവും ധാരണയും വളർത്തിയെടുക്കാൻ വ്യക്തിപരമായ ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ്. 2026 ജൂൺ 18 രാത്രി 9:32 വ്യാഴം പൂയ നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുന്നു. അഷ്ടമശനി ദുരിതം നൽകുന്ന ഈ വർഷത്തിൽ ഗുരുവിൻ്റെ ജന്മനക്ഷത്ര സ്പർശം ഒരു ആശ്വാസത്തിൻ്റെ കവാടമാണ്.
ശനിയുടെ ദോഷഫലങ്ങൾ മയപ്പെടുത്താനും പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇത് സഹായിക്കുകയും ചെയ്യും. 2026 ഒക്ടോബർ 31 വൈകുന്നേരം വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക്, അതായത് 11ാം ഭാവം ലാഭസ്ഥാനമാണ്, സംക്രമിക്കുന്നുണ്ട്. 11ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥാനം പൊതുവെ ലാഭത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും ഉത്തമമായി കണക്കാക്കപ്പെടുന്നുമുണ്ട്. ഇത് വർഷാവസാനത്തോടെ സാമ്പത്തികപരവും കരിയർപരവുമായ കാര്യങ്ങളിൽ ഗുണപരമായ ഫലങ്ങൾ നൽകും. 2026 പൂയം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിലുള്ള കടുത്ത വെല്ലുവിളികൾ നേരിടാനുള്ള സാധ്യത കാണുന്നു. ശനിയുടെ 8ാം ഭാവത്തിലെ തുടർച്ചയും 10ാം ഭാവത്തിലെ ദൃഷ്ടിയും കാരണം തൊഴിൽപരമായ കാര്യങ്ങളിൽ കാലതാമസമോ മാന്ദ്യമോ അനുഭവപ്പെട്ടേക്കാം. ചില ജോലികൾ പൂർത്തിയാക്കാൻ അധിക പ്രയത്നവും ആവശ്യമാണ്. ഈ കാലയളവിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യത കാണുന്നുണ്ട്. ഈ അവസ്ഥയിൽ പൂയം നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ കർത്തവ്യബോധം അച്ചടക്കവും രക്ഷാകവചവുമായിരിക്കും. ഉള്ളിലും പുറത്തുമുണ്ടാകുന്ന പ്രതിലോമ ശക്തികളെ, പ്രധാനമായും അലസത, നിരാകരിക്കേണ്ടതുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ മത്സരങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കനത്ത വെല്ലുവിളികളെ നേരിടാനുള്ള സമയമാണിത്. പ്രവാസം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ ഉചിതമായ സമയമാണിത്. ഒക്ടോബറിന് ശേഷമുള്ള വ്യാഴത്തിൻ്റെ 11ാം ഭാവത്തിലെ സ്ഥാനമാറ്റം ലാഭസ്ഥാനമാണ്. കരിയർ സംബന്ധമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കും. സാമ്പത്തികമായ ഒരു ഇറുകിയ വർഷം ആയിരിക്കാനാണ് 2026 സാധ്യതയുള്ളത്. അഷ്ടമശനി കാരണം ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്രധാനമായും വീട് പണി മൂലം ഉണ്ടാകുന്ന കടങ്ങൾ തീർക്കാൻ സാധിക്കാത്തത് വിഷമിപ്പിക്കാനും ഇടയുണ്ട്. ധനപരമായ എല്ലാ ഇടപാടുകളിലും കൃത്യമായ കണക്ക് സൂക്ഷിക്കേണ്ടത് ആവശ്യവുമാണ്. 2ാം ഭാവത്തിലെ ശനിയുടെ ദൃഷ്ടി കാരണം ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിക്കുന്നത് ഭാവി നേട്ടങ്ങൾക്കായി ഏറ്റവും മോശമായ സമയമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും സമ്പാദ്യം സുരക്ഷിതമായി നിക്ഷേപിക്കാൻ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും. സുരക്ഷിതമായ നിക്ഷേപങ്ങളുടെ ഒരു ഭാഗം മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വാഹനം വാങ്ങി നൽകാൻ ഉപയോഗിക്കാനാണ് സാധ്യത. മകളുടെ ആരോഗ്യത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള അപ്രതീക്ഷിത ചെലവുകൾ കാരണം കയ്യിലുള്ള പണം നഷ്ടപ്പെടാനും സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ജൂണിലെയും മെയ് മാസത്തിലെയും ഗുരുപുഷ്യയോഗ ദിവസങ്ങൾ സുരക്ഷിതമായ ആസ്തികൾ, അതായത് സ്വർണം, വസ്തു വാങ്ങാനോ കടങ്ങൾ തീർക്കാനോ ഉപയോഗിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സഹായിക്കും. വ്യക്തിബന്ധങ്ങളിൽ ശിഥിലമായ പ്രണയബന്ധങ്ങൾ വീണ്ടും തള്ളുക്കാനുള്ള സാധ്യത കാണുന്നു. ഈ വർഷം പൂയം നക്ഷത്രക്കാർക്ക് വലിയ മാനസികമായ ആശ്വാസമൊക്കെ നൽകും. വർഷാവസാനം, അതായത് ഡിസംബർ 5 മുതൽ രാഹു 7ാം ഭാവത്തിലേക്ക് സംഗമിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിൽ അകൽച്ചയും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കും. ഈ രാഹുവിൻ്റെ സ്വാധീനം ബിസിനസ് യാത്രകളും കരിയർ ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തിബന്ധങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാൻ തോന്നിയേക്കാം. ഈ സമയത്ത് ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പങ്കാളിയുമായി മധുരവും ധാരണയും വളർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ശനിയുടെ 2ാം ഭാവത്തിലെ ദൃഷ്ടി കാരണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനായി പണം ചിലവഴിക്കാനും ഇടവരും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉപരിപഠനത്തിനും ഗവേഷണത്തിനും പരിശ്രമം കൂടുതലായി വേണ്ടിവരുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസം ക്ലേശകരമായി തോന്നിയേക്കാം. ഗവേഷണ പ്രബന്ധരചന പോലുള്ള കാര്യങ്ങളിൽ വെല്ലുവിളികൾ നിറഞ്ഞതായി അനുഭവപ്പെടുകയും ചെയ്യും. ശനിയുടെയും രാഹുവിൻ്റെയും 5ാം ഭാവത്തിലെ സ്വാധീനം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തടസ്സമുണ്ടാക്കുകയും പൂയം നക്ഷത്രക്കാർക്ക് സഹജമായ അച്ചടക്കം ഇവിടെ പ്രയോഗിച്ച് ക്ഷമയോടെയുള്ള സ്ഥിര പരിശ്രമം തുടർന്നാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ജൂൺ മാസത്തിന് ശേഷമുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം മാനസികമായ സ്ഥിരത നൽകാൻ സഹായിക്കും. അഷ്ടമശനിക്കാലം രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഉദരരോഗങ്ങൾ, അലസത, ചിലപ്പോൾ അപകടകരമായ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. മുൻപ് അനുഭവിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെങ്കിലും ഈ വർഷം കർശനമായ വ്യായാമ മുറകളും പതിവായ വൈദ്യപരിശോധനയും പാലിക്കേണ്ടത് അത്യാവശ്യവുമാണ്. രോഗക്ലേശിതർക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം, അതായത് ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സൂചനയാണ്. ആരോഗ്യ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ആത്മീയവും ഭൗതികവുമായ പിന്തുണ ലഭിക്കും എന്നതിൻ്റെ സൂചനയാണിത്. ആരോഗ്യ പരിപാലനത്തോടെ അച്ചടക്കം കാണിച്ചാൽ സാമ്പത്തിക സഹായം ലഭിക്കാനും ചികിത്സയ്ക്ക് സാധിക്കും. ഗ്രഹങ്ങളുടെ ഊർജ്ജത്തെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും സഹായിക്കുന്ന ആത്മീയ അച്ചടക്കമാണ് ദോഷപരിഹാരങ്ങൾ. അഷ്ടമശനിയുടെ കാലത്ത് പ്രതികൂല സ്വാധീനം കുറയ്ക്കുന്നതിനായി ചില കാര്യങ്ങളുണ്ട്. വ്യാഴം, ശനി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ വിളക്ക്, എള്ള് പായസം എന്നിവ വഴിപാടായി നൽകുകയും ചെയ്യാം. നീല വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അഷ്ടമശനി ദോഷങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി ഹനുമാൻ ഭജനം കാണിക്കുന്നുണ്ട്. ഹനുമാൻ ചാലിസ പതിവായി ചൊല്ലുന്നത് വളരെ ഉചിതവുമാണ്. ദരിദ്രർക്ക്, രോഗികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് സഹായം നൽകുന്നത് ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. അഗ്നിഹോത്രം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ്. സാമ്പത്തിക ഇടപാടുകളിലും തീരുമാനമെടുക്കുന്ന കാര്യങ്ങളിലും ഗുരുവിൻ്റെയോ ധർമ്മനിഷ്ഠരായ വ്യക്തികളുടെ ഉപദേശം തേടുന്നത് ഉചിതമായ തീരുമാനമെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ ദുർഗാദേവിയെ ഭജിക്കുകയും
സർപ്പദേവതകളെ ആരാധിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഡിസംബറിന് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും പങ്കാളിയുമായി തുറന്ന ആശയവിനിമയം സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് രാഹുവിൻ്റെ ദാമ്പത്യ ദോഷങ്ങളെ മറികടക്കാൻ സഹായിക്കും. 2026 ശുഭകരമായ നിമിഷങ്ങളിൽ ഒന്നാണ് ഗുരുപുഷ്യയോഗം. അഷ്ടമശനി ദോഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും പൂയം നക്ഷത്രക്കാരുടെ 2026 ചില നിർണായക ശുഭദിനങ്ങളുമുണ്ട്. വ്യാഴം, പൂയം നക്ഷത്രം എന്നിവ ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ഗുരുപുഷ്യയോഗം എന്ന് പറയുന്നു. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും സുരക്ഷിതമായ നിക്ഷേപം നടത്താനും ഏറ്റവും ഉത്തമമാണ്. ഈ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ, പുതിയ വീട് പോലുള്ള ദീർഘകാല ആസ്തികൾ വാങ്ങുന്നത് ഭാവിയിൽ ഭാഗ്യവും സമ്പത്തും കൊണ്ടുവരും. ഗുരുവിൻ്റെ നക്ഷത്ര സംക്രമണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ജൂൺ 18 ദിനം സാമ്പത്തിക കാര്യങ്ങൾ ഉറപ്പിക്കാൻ ഏറ്റവും ശുഭകരമാണ്. 2026 പൂയം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞൊരു വർഷമായി തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, 8ാം ഭാവം എന്നത് കേവലം ദോഷങ്ങളെ മാത്രമല്ല, ആഴത്തിലുള്ള പരിവർത്തനത്തെ സൂചിപ്പിക്കുന്നു. ശനി അവിടെ നിൽക്കുമ്പോൾ വ്യക്തിയെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റുന്ന ഒരു പരീക്ഷണം നടത്തുകയാണ്. പൂയം നക്ഷത്രക്കാർക്ക് സഹജമായ അച്ചടക്കം, കർത്തവ്യബോധം എന്നിവ ഈ വർഷം മുറുകെ പിടിക്കേണ്ടതുണ്ട്. തൊഴിലിലെ അലസതയെയും സാമ്പത്തികത്തിലെ ഇടപാടുകളിലെ കൃത്യതയില്ലായ്മയെയും നിരാകരിക്കുകയാണ് വേണ്ടത്. ജൂൺ മാസത്തിലെ ഗുരുവിൻ്റെ ജന്മനക്ഷത്ര സ്പർശം ഈ ദോഷങ്ങൾക്കൊരു മരുന്നായി പ്രവർത്തിക്കാനും സാധിക്കും. സാമ്പത്തികമായി ആരോഗ്യപരമായും ലഭിക്കുന്ന ഏത് സഹായവും ഈ കാലയളവിൽ ഉപയോഗിച്ച് ദോഷഫലങ്ങളെ ലഘൂകരിക്കണം. പ്രത്യേകിച്ച് വർഷാവസാനം രാഹു 7ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ദാമ്പത്യ ബന്ധങ്ങളിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ക്ഷമയോടെയും ആത്മീയ ചിട്ടയോടെയും മുന്നോട്ട് പോയാൽ 2026 നിങ്ങൾക്ക് ഉത്തമമായ പരിവർത്തന വർഷമായി മാറും. കഠിനാധ്വാനത്തിന് ഈശ്വര പ്രീതി കൊണ്ട് രക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ്.